എല്ലാ മതങ്ങളിലും നോമ്പാചരണമുണ്ട്. ക്രിസ്തു മതത്തിൽ 25 നോമ്പ്, 50 നോമ്പ്, ഹിന്ദു മതത്തിൽ ഏകാദശി, നവരാത്രി, മുസ്ലിം മതത്തിൽ റമദാൻ, അങ്ങനെ എല്ലാ മതങ്ങളിലും നോമ്പാചരണമുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ഒരു സത്യം മനസ്സിലാകും, എല്ലാത്തിൻ്റെയും സാരാംശം ഒന്ന് തന്നെയാണെന്ന്. ക്രിസ്തു മതത്തിൻ്റെ സാരാംശം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. യേശു തന്നെ നമ്മെ പഠിപ്പിച്ചു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കണം, നമ്മെപ്പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കണമെന്ന്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ ഇത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്, സ്നേഹം സർവോത്കൃഷ്ടമെന്ന്. ഹിന്ദു മതത്തിൻ്റെ സാരാംശം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതുപോലെ തന്നെ ഏകതയാണ് എന്നുള്ളത്. അഹം ബ്രഹ്മാസ്മി, ഇഹമേവ ബ്രഹ്മം, തത്വമസി എന്ന പ്രയോഗങ്ങളെല്ലാം കാണിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ഇസ്ലാം മതത്തിൻ്റെ സാരാംശം എടുത്താൽ സാഹോദര്യമാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, അതുപോലെ തന്നെ സ്നേഹിക്കേണ്ടവരാണ്. ബുദ്ധമതം പഠിപ്പിക്കുന്നതും ഇതുപോലെ തന്നെയാണ്, കരുണയാണ് അതിൻ്റെ സാരാംശം. എല്ലാ മനുഷ്യരും പരസ്പരം കരുണയോടെ പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ ഇത്തരത്തിൽ നാം നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും സഹവർത്തിത്വത്തോടെ ജീവിച്ച് ദൈവത്തിലേക്ക് എത്തേണ്ടവരാണ്, ദൈവത്തെ സ്നേഹിക്കേണ്ടവരാണ്. അതാണ് മനുഷ്യനുള്ള വഴി. ഈ നോമ്പാചരണം മനുഷ്യർ പരസ്പരം സ്നേഹിച്ച് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.